ഉത്തര കേരളത്തിൽ കേരളം നമ്മളെ ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു 4ാമത്തെ അവതാരം എന്നുള്ള രീതിയിലാണ് മലയ സമുദായത്തിലെ ആൾക്കാർ കെട്ടിയാടിയിട്ട് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തെയ്യം എന്നുള്ളൊരു കല ഇതായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും മലയ സമുദായത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മളെ തീച്ചാമുണ്ടി. തെയ്യം അത് വടക്കൻ കേരളത്തിൽ വെറുമൊരു ഉത്സവം മാത്രമല്ല. മകരമഞ്ഞിൻ്റെ തണുപ്പും ഉറക്കമില്ലാത്ത രാത്രികളും പാടത്തും പറമ്പത്തും കുളക്കടവിലുമൊക്കെയുള്ള ചെറിയ മയക്കങ്ങളും ചന്തകളും നാടകങ്ങളും ഗാനമേളകളുമൊക്കെയായി ഒരു നാട് മുഴുവൻ ഒന്നാകുന്ന ഒരു വികാരമാണ്. തറവാട്ടിൽ ആദ്യം തലപ്പാളി എന്ന് പറയുന്ന സംഭവം വെക്കുന്നത് ഈ പറഞ്ഞാട്ടിൽ കൊട്ടാക്കും. അപ്പോൾ ഒരു കാലത്ത് പെണ്ണയുടെ കെട്ടാൻ കുറച്ച് മനസ്സ് കാണിച്ചു. ആ കാണിച്ച സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മുന്നോട്ട് വന്നു. 76 വയസ്സ് തീച്ചാമണ്ടി കെട്ടി. ആദ്യം അവർ പറഞ്ഞു ഒന്ന് കുറച്ച് വീണിട്ട് ആ ഒരു ചടങ്ങ് ചെയ്താൽ മതി. പക്ഷെ അതല്ല ചെയ്തതാ മനുഷ്യൻ. ശരിക്കും നമുക്ക് തോന്നുന്നത് ദൈവക്കോലം തന്നെ എന്നുള്ളതാണ്. നാട്ടിലെ ഒരു ദൈവത്തിൻ്റെ നാട്ടുകാർക്ക് ദൈവത്തിൻ്റെ വിശേഷമായിട്ട് കാണുന്നത്. അതായത് പുരാണത്തിൽ പറയുന്നത് പ്രഹ്ലാദൻ എന്നുള്ള ഒരു പുത്രൻ, അതുപോലെ തന്നെ ഹിരണ്യകശിപു എന്നുള്ള ഒരാൾക്ക് ജനിച്ചൊരു പുത്രൻ. ആ പുത്രന് ഏറ്റവും കൂടുതൽ ഭക്തി എന്നുള്ളത് നമ്മളെ മഹാവിഷ്ണു അല്ലെങ്കിൽ ഹരി എന്നുള്ള ആളോടുള്ള ഒരു അകവഴിഞ്ഞൊരു ഭക്തി. ആ ഭക്തിയിലുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ഒരു തീച്ചാമണ്ടിൻ്റെ ഒരു കാര്യമായിട്ട് വരുന്നത്. ഈ തീച്ചാവള്ളിൻ്റെ പല പല ഇതുണ്ട്. എന്ന് പറയുന്നത് നമ്മളെ ഹിരണ്യവധം എന്ന് പറഞ്ഞ സംഭവം നടക്കുമ്പോൾ അഗ്നി ചിരിക്കുന്നതോട് ഭഗവാൻ അഗ്നിന്റെ അഹങ്കാരം മാറ്റാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അഗ്നിയെ നേരിട്ടുണ്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന നരസിംഹാവതാരത്തിൻ്റെ കഥയ്ക്ക് പ്രാദേശികമായ ഒരു വാൽക്കഷ്ണമുണ്ട്. അതാണ് തീച്ചാമുണ്ടിയുടെ ഐതിഹ്യം. ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം നരസിംഹം ക്രോധമടങ്ങാതെ ഉഗ്രരൂപത്തിൽ നിലകൊണ്ടു. ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിജ്വാലകൾ പടർന്നു. ലോകം മുഴുവൻ നടുങ്ങി. ദേവന്മാരും അപ്സരസുകളും ഋഷിമാരും 21 ഗുരുക്കന്മാരും അങ്ങനെ ത്രിലോകത്തിലെ സകലരും നരസിംഹാവതാരത്തെ സ്തുതിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും നരസിംഹത്തിൻ്റെ കോപം ശമിച്ചില്ല. ഈ സമയത്ത് അഗ്നിദേവൻ മാറിയിരുന്ന് നരസിംഹത്തിൻ്റെ ഉഗ്രതയെ പരിഹസിച്ചു എന്നും പറയപ്പെടുന്നു. ഇതറിഞ്ഞ നരസിംഹത്തിൻ്റെ ക്രോധം കൂടുതൽ കത്തി ഉയർന്നു. അഗ്നിയേക്കാൾ ഭയങ്കരമായ ജ്വാല എൻ്റെ ഉള്ളിലാണ് എന്നും പറഞ്ഞ് നരസിംഹം അഗ്നിദേവനെ നേരിട്ടു. നരസിംഹവും അഗ്നിയും തമ്മിൽ തീയും ഉഗ്രതയും നിറഞ്ഞ ഘോരയുദ്ധത്തിൽ അഗ്നിയുടെ ജ്വാലകൾ പടർന്നുവെങ്കിലും നരസിംഹന്റെ ക്രോധവും തേജസ്സും അതിനെ മറികടന്നു എന്നുമാണ് ഐതിഹ്യം. ഈയൊരു കഥയാണ് തീച്ചാമുണ്ടിയുടെ സങ്കല്പം. പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമൊക്കെ പ്രായഭേദമന്യേ ഉറക്കമൊഴിച്ചിരിക്കുന്ന നാട്ടുകാർ തെയ്യക്കാലങ്ങളിൽ ഉത്തര കേരളത്തിലെ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയാണ്. പുലർച്ചയുടെ വെളിച്ചം ഇപ്പോൾ പതുക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. കാവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന തിരക്കും പതിയെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ചെണ്ടയുടെ ശബ്ദം നിലച്ചിരിക്കുന്നു. തീയുടെ കനൽ ചാരമായി തുടങ്ങി. എന്നാൽ അവിടെ കണ്ട ഓരോ മുഖത്തും ശാന്തിയും നിർവൃതിയും മാത്രം. ഇനി അടുത്ത വർഷം വീണ്ടും കാണും വരേക്കും